അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് ഗാസയിൽ വെടിനിർത്തൽ വന്നു. ഇനിയിപ്പോൾ ഹമാസ് പറയുന്നത് കേരളത്തിലെ മീഡിയ വൺ വരെ ആഘോഷിക്കുന്ന ഗാസ തിരിച്ചു കിട്ടി, ഇസ്രയേൽ തോറ്റു, ഇനി പഴയ പോലെ അവിടുത്തെ ഗാസയുടെ ഭരണം തിരിച്ചു വരുമെന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. ഗാസയിൽ നിന്ന് ഇസ്രയേലോട്ട് പിന്മാറാനും പോകുന്നില്ല, ഗാസയിലുള്ളവർ അവിടെ ഒട്ട് താമസിക്കാനും പോകുന്നില്ല. അങ്ങനെ പറയുന്നത് ഇത്തിരി കടന്ന കൈയാണോ? അതാണ് ശരി. എന്താണെന്ന് വെച്ചാൽ സുനിൽ ഏതോ ചാനലിൻ്റെയൊക്കെ കാര്യം പറഞ്ഞില്ലേ, അവരുടെ ചർച്ച ഞാൻ കാണാറില്ല. പക്ഷെ അവർ ചർച്ച ചെയ്തപ്പോൾ ഇത് ബൈഡൻ ഉണ്ടാക്കിയ സന്ധിയാണെന്നോ സമാധാനമാണെന്നോ പറഞ്ഞിരുന്നു. ഞാൻ കാണാറുണ്ട് ആ ചാനൽ കേട്ടോ. എനിക്ക് കരച്ചിൽ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അല്ല, ഈ ബൈഡനാണ് ഇത് ഉണ്ടാക്കിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല, കഴിഞ്ഞ ദിവസമൊന്നും കണ്ടില്ല. ഹമാസ് തീർന്നിട്ടില്ല, ഹമാസ് ഉയരാണെന്നൊക്കെ പറഞ്ഞ് തമ്പ് കണ്ടു, തംബ്നെയിൽ കണ്ടു. കാരണം ഈ സമയത്തൊക്കെ നെതന്യാഹുവിനെയൊക്കെ പോയി കണ്ടത് ഇപ്പോൾ ട്രംപ് നിയമിച്ചിട്ടുള്ള എൻവോയ് ഉണ്ടല്ലോ, അദ്ദേഹമാണ് പോയി നെതന്യാഹുവിനെ കണ്ട് ഇതൊക്കെ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഇനി നിങ്ങളിതിനെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വിമാനത്തിൽ കയറി പോകുമെന്ന് പറഞ്ഞൊരു ഭീഷണി സ്വരത്തിലും സംസാരിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട് ഈ മിഡിൽ ഈസ്റ്റ് എൻവോയ് അമേരിക്കയുടെ. അങ്ങനെയാണ് അത്. പക്ഷെ ശരിക്കൊരു വെടിനിർത്തലായിട്ട് നെതന്യാഹു കരുതിയിട്ടൊന്നുമില്ല. അല്ല, ഈ കരാർ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴും അടിയോടടിയായിരുന്നു. ആയിരുന്നു എന്ന് മാത്രമല്ല, താൽക്കാലിക വെടിനിർത്തൽ എന്നല്ലേ ഇപ്പോൾ പറയുന്നത്. ആ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് തീരുമാനിക്കാം അടുത്ത കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ തീരാനാണ്? എങ്ങനെ തീരാണ് ഇത്? തൽക്കാലം ബന്ദികളുടെ മോചനം നടക്കും. അപ്പം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ NBC ടെലിവിഷനിൽ ഒരു അഭിമുഖം, മറ്റേ അമേരിക്കൻ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറയാണ് ഈ പലസ്തീനിൽ ഈ പുനർനിർമ്മാണം നടക്കാനുണ്ട്, തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പുനർനിർമ്മാണം നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ പലസ്തീനികൾ താമസിച്ചാൽ നടക്കില്ല. അത് ശരി, മുഴുവൻ പൊളിഞ്ഞു കിടക്കുമ്പോൾ അവർ വരുന്നവരവിടെ താമസിക്കും. എവിടെ താമസിക്കും? അവിടെ വീടുകളൊന്നും ഇല്ലല്ലോ, അപ്പോൾ താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ പലസ്തീനുകളിൽ കുറേ പേരെ എന്നാണ് പ്രയോഗം, ഇന്തോനേഷ്യയിലേക്ക് അയക്കുക. അയ്യോ ദൈവമേ എന്നുള്ളതാണ് എനിക്ക് പേടി വരുന്നത്. കാരണം അത് സമാധാനത്തോടെ ആളുകൾ ജീവിക്കുന്നൊരു രാജ്യമാണ് ഇന്തോനേഷ്യ. അവിടെ ഇതൊക്കെ ഭീകരന്മാരല്ലേ. ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെയാണ് റിപ്പബ്ലിക് ദിനം അതിഥിയായിട്ട് വിളിക്കുന്നത്. അതെ, അപ്പോൾ ആ ഇന്തോനേഷ്യയിൽ കൊണ്ടുപോയാൽ ഇവർ അവരുടെ തനി സ്വഭാവം അവിടെ കണ്ടിട്ട് നാളെ ഇന്തോനേഷ്യ മറ്റൊരു ഹമാസായിട്ട് മാറുമോ? പക്ഷേ ഇന്തോനേഷ്യക്ക് ഇതിനെപ്പറ്റി ഒരു വിവരമില്ല എന്ന് ഇന്തോനേഷ്യ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഡിപ്ലോമാറ്റിക് ഡയലോഗാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉടനെ കയറി ഇത് വെളിപ്പെടുത്തിയത് ശരിയായില്ല എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ ഇന്തോനേഷ്യക്ക് ഉണ്ടായിട്ട് പറഞ്ഞതായിരിക്കാം അത് എന്ന് കരുതാം. അപ്പോൾ ട്രംപ് ടീം പറയുന്ന 20 ലക്ഷം പലസ്തീനികൾ ഉണ്ട്. അവരിൽ ഈ പുനരധിവാസം നടക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ തൽക്കാലത്തേക്ക് ടെമ്പററി. ശരിയാണല്ലേ. ഇതെല്ലാം തകർന്നു കിടക്കുമ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. എവിടെ ഒരു കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ 2-3 വർഷം എടുക്കും. അതെ, അവർക്കുള്ള എൻക്ലേവുകൾ സങ്കേതങ്ങളൊക്കെ പുനർനിർമ്മിക്കണം. ഇതൊക്കെ NBCയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് എൻവോയ് ട്രംപിൻ്റെ സ്റ്റീവ് വിറ്റ്കോഫ് ഗാസ സന്ദർശിക്കാൻ പോവുകയാണ്. അത് ഏത് സമയത്തും ഉണ്ടാകാം. മാത്രമല്ല അദ്ദേഹം ആ ഭാഗത്ത് ഈ പുനർനിർമ്മാണത്തിൻ്റെ മേൽനോട്ടവുമായിട്ട് കുറേ കാലം ആ പ്രദേശങ്ങളിൽ ഉണ്ടാകും എന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് മോണിറ്റർ പലസ്തീൻകാരുടെ വെബ്സൈറ്റാണ്, അവർ പോലും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇസ്രയേൽ പറയുന്നത് മാത്രം കേട്ടാൽ പോരാ എന്നുള്ളത് കൊണ്ടാണ് വിറ്റ്കോഫ് ഗാസയിൽ തന്നെ പോയി വ്യക്തിപരമായി കാര്യങ്ങൾ വിലയിരുത്താൻ പോകുന്നത് എന്നാണ് നേരിട്ട് കാര്യങ്ങൾ അറിയണം. ഇടനിലക്കാരൻ വേണ്ട. അപ്പോൾ ജനുവരി 11 നെതന്യാഹുവിനെ വിറ്റ്കോഫ് കണ്ടിരുന്നത്, മറ്റേ ഈ സന്ധി സംസാരിക്കാൻ ദോഹയ്ക്ക് പോകുന്നതിന് മുമ്പ് കണ്ടിരുന്നു. എന്നിട്ട് ഡീൽ ഇല്ലെങ്കിൽ ഞാൻ സലാം പറഞ്ഞ് പിരിയാണ് എന്ന് നെതന്യാഹുവിനോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആദ്യ ടേമിൽ ട്രംപ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ട്രംപ് ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ ഓർക്കണം, മറക്കരുത് എന്നും കൂടി പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പുനരധിവസിപ്പിച്ചില്ല എങ്കിൽ ഇവരെ ഈ സ്ഥലമൊക്കെ വൃത്തിയാക്കിയിട്ട് ആദ്യം വൃത്തിയാക്കണം, എന്നിട്ട് ഇവർക്ക് വീടുകളൊക്കെ പണിയണം. അങ്ങനെ ഒന്നും ചെയ്തില്ല എങ്കിൽ പലസ്തീനിൽ വേറെ കലാപം നടക്കും
എന്ന് വിറ്റ്കോഫ് പറഞ്ഞു. ശരിയാണല്ലോ, അതും താമസിക്കാൻ സ്ഥലം അവർക്ക് വേണമല്ലോ. 47,000 പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് പറഞ്ഞിട്ടുണ്ട്, ഇനി ഹമാസ് ഗാസ ഭരിക്കില്ല. അത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെടിനിർത്തൽ ലംഘിച്ചാൽ ഞങ്ങൾ ഇസ്രയേലിൻ്റെ കൂടെയായിരിക്കും എന്ന് CBS ടെലിവിഷനിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജക്കാർത്ത പോസ്റ്റ്, അപ്പോൾ ഞാൻ നോക്കി, ജക്കാർത്ത പോസ്റ്റാണ് പ്രധാനപ്പെട്ട പത്രം എന്താ പറയുന്നതെന്ന്. അപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്. ഈ ഇങ്ങനെ NBCയിൽ വന്നു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ജക്കാർത്തയ്ക്ക് ഈ വിവരം, ഇന്തോനേഷ്യക്ക് ഇതേപ്പറ്റി വിവരമില്ല. 16 മാസം കൊണ്ട് ഇസ്രയേൽ നശിപ്പിച്ചിട്ടുണ്ട് ഗാസ. അപ്പോൾ അവിടെ റീബിൽഡിങ് വേണം, പുനർനിർമ്മാണങ്ങൾ. ഈ അവശിഷ്ടങ്ങൾ നീക്കാൻ തന്നെ എത്ര സമയം എടുക്കും? വലിയ പടുകൂറ്റ കെട്ടിടങ്ങളൊക്കെയാണ്. അതെ, ഒന്നും പറ്റില്ല, എവിടെ കൊണ്ട് കളയും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ പലസ്തീൻകാർക്ക് പക്ഷെ പോകാൻ താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ മുന്നനുഭവം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുവരവ് ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. അപ്പോൾ വോളണ്ടറി മൈഗ്രേഷൻ, തന്നെത്താനെ സന്നദ്ധമായി വന്നിട്ട് ഇവർ പലായനം ചെയ്യും. അങ്ങനെ വരുന്നവരുണ്ടോ? ഇനി ഈ മുടിഞ്ഞ നാട്ടിൽ കിടന്നിട്ട് കാര്യമില്ല, എന്നും തലയ്ക്ക് ഇത് ബോംബാണ്, എവിടുന്നേലും രക്ഷപ്പെടാമെന്ന് വെച്ച് പോകുന്നവരുണ്ടാവും. അപ്പോൾ വോളണ്ടറി മൈഗ്രേഷൻ എന്ന് പറഞ്ഞൊരു ആശയം ഈ തീവ്ര വലതുപക്ഷ നിലപാടുള്ള ഇസ്രയേൽ മന്ത്രിസഭയിലുള്ള ആളുകളും ആ സഖ്യ കക്ഷികളും ഒക്കെ അവരും ഒക്കെ പറഞ്ഞിരുന്നതാണ്. വോളണ്ടറി മൈഗ്രേഷൻ പലസ്തീൻകാർക്ക് നമുക്ക് ഉപദേശിക്കാം, നിങ്ങൾ സ്വയം ഒന്ന് പൊക്കോ എന്ന് ഉപദേശിക്കാം എന്നവർ നല്ല നിർദ്ദേശമല്ലേ? കാരണം ഇവരവിടെ താമസിക്കുന്നു, എന്നും യുദ്ധമാണ്. അതിലേറ്റവും വലിയ അപകടം ഈ ഹമാസ് ഭീകരർ ഇവരെ എപ്പോഴും കവചങ്ങളാക്കും, സ്ത്രീകളെയും കുട്ടികളെയും കവചങ്ങളാക്കി വെച്ചിട്ട് ഇവർ ഒളിച്ചിരിക്കും. കൊല്ലപ്പെടുന്നത് ജബാലിയ ക്യാമ്പിലൊക്കെ കണ്ടോ? അതെ, ഈ കൊല്ലപ്പെടുന്നത് സാധാരണ മനുഷ്യരാണ്. അപ്പോൾ ഇവന്മാരുടെ ശല്യം ഒഴിവാക്കാൻ, ഇവന്മാർ ഉന്മൂലനം ചെയ്യപ്പെടുന്നത് വരെ നമുക്ക് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പൊക്കോളാം എന്ന് വെക്കുന്നത് പ്രായോഗികമാണ് അല്ലേ? കുറേ പേരെങ്കിലും ഓപ്റ്റ് ചെയ്യും. അതെ, പക്ഷേ ഏത് രാജ്യം അവർ സ്വീകരിക്കുന്നുള്ളൊരു വിഷയമാണല്ലോ അതിൽ പ്രധാനമായിട്ടും ഉള്ളത്. അല്ല, ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഇവർക്ക് സപ്പോർട്ടാണല്ലോ. സപ്പോർട്ടാണ് ഗാസയ്ക്ക്, പക്ഷെ അവർക്ക് സമാധാനം വേണം. ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പറ്റത്തില്ല, അതില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? മറ്റേ വികാരം പറയുമ്പോൾ ഞങ്ങൾ ഗാസയുടെ കൂടെയാണ്. വികാരം തള്ളിച്ചൊക്കെ ഉണ്ടാവും. ഒരു ഗൾഫ് രാജ്യവും സ്വീകരിക്കില്ല. സിറിയയിലോ ഇറാൻ സ്വീകരിക്കുമോ? ഇറാൻ എവിടുന്ന്? അത് ഷിയ രാജ്യമല്ലേ, സുന്നിലെ. അല്ല, ഇറാൻ ആണല്ലോ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെതിരെ താങ്ങാനായിട്ട് എന്ന് പറഞ്ഞ സുന്നികൾക്ക് കാശ് കൊടുത്തിരുന്നു എന്നല്ലേ. ഖമനേയ്ക്ക് വേണേൽ കൊണ്ടുപോകാം. ഖമനേയ് പറഞ്ഞാൽ മതി, നിങ്ങൾ പോരൂ, നിങ്ങളെ ഞങ്ങൾ. അപ്പോൾ അവിടെ ഷിയ ആവാൻ പറയുമായിരിക്കും ചില. ഒരിക്കലും സമ്മതിക്കില്ല അവർ. അത് മോസ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയും അവർ. അപ്പോൾ ഈ ജക്കാർത്ത വക്താവ് റോയ് സോമിറാത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കിതേപ്പറ്റി ഒരു വിവരമില്ല എന്ന് വിദേശകാര്യ വക്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പ്രഭാവോ സുബിയന്തോ സഹായങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അവിടെ. ഈ ഗാസയിൽ കഷ്ടപ്പെടുന്നവർക്കും പലസ്തീനുമൊക്കെ മനുഷ്യാവകാശ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അദ്ദേഹം റിപ്പബ്ലിക് ദിനത്തിന് വരുമ്പോൾ ഇപ്പോൾ ചർച്ചയൊന്നും നടക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും പാകിസ്ഥാനിൽ പോകരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങേരോട്. 1948 ഈ 2 രാഷ്ട്രം ഉണ്ടാവുകയാണല്ലോ, പലസ്തീനും ഇസ്രയേലും. ആ സമയത്ത് പലസ്തീൻകാർ കുറേ പേര് ഒഴിഞ്ഞു പോയിരുന്നു ഇതുപോലെ. അതിനാണ് നക്കാബ എന്ന് പറയുന്നത്. അവർക്കൊന്നും തിരിച്ചു വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പോവില്ല എന്നൊരു നിലപാട് ഇവരെടുക്കുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് താമസിക്കാൻ ഇവിടെ സ്ഥലമില്ല, നിങ്ങൾ പോയേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യനെ സമ്മതിപ്പിക്കണം. ചിലപ്പോൾ അനൗപചാരിക ചർച്ചകൾ ഇന്തോനേഷ്യയുമായിട്ട് നടന്നിട്ടുണ്ടാവും. നേരത്തെ ഇത് ടെലിവിഷനിൽ പറഞ്ഞു പോയി എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഒരു കുഴപ്പം വരുന്നത്. ബെൻഗവീർ പറഞ്ഞിരിക്കുന്നത് ഈ ഗാസയിൽ ജൂതന്മാരെ കൊണ്ടുപോയി സെറ്റിൽ ചെയ്യണം എന്നാണ്. പലസ്തീൻകാരെയൊക്കെ ഓടിച്ചു വിട്ടിട്ട്. അല്ല, യുദ്ധം വെടിനിർത്തൽ ശരിക്കും നെതന്യാഹുവിനൊരു രാഷ്ട്രീയ വെല്ലുവിളി കൂടിയാണ്. ബെൻഗീവർ പതുക്കെ നെതന്യാഹുവിനെ വെല്ലുവിളിക്കുന്ന നേതാവായിട്ട്, തീവ്ര ദേശീയതയുടെ നേതാവായിട്ട് വരികയാണ്. അന്ന് ഓർക്കുന്നില്ലേ, വേറെയും 2 നേതാക്കൾ. അതെ, ധനകാര്യമന്ത്രിയുണ്ട്,
ഇയാൾ പ്രതിരോധ മന്ത്രി. പ്രതിരോധം. അപ്പോൾ ഞാൻ പ്രതിരോധമല്ല, ആഭ്യന്തരമന്ത്രി, പോലീസ് മിനിസ്റ്റർ എന്നാണ്. ബെൻഗീവറാണ് ടെമ്പിൾ മൗണ്ടിൽ പോയത്. ടെമ്പിൾ മൗണ്ടിൽ വിലക്കപ്പെട്ടതാണ്. അവിടെ പോയെന്ന് മാത്രമല്ല, അവിടെ പ്രാർത്ഥിച്ചിട്ട് പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞാൻ ഇസ്രായേലി ഭടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു റബ്ബിയുമായിട്ട് കുറെ ജൂതന്മാരെ അൽ-അക്സ മോസ്കിലേക്ക് കയറി. അത് പക്ഷേ ശരിക്കും അത് സ്റ്റാറ്റസ് കോ എഗ്രിമെന്റിന് എതിരാണെന്നും പറഞ്ഞ് നെതന്യാഹുവിൻ്റെ ഓഫീസ് പത്രക്കുറിപ്പിറക്കി. പക്ഷേ അപ്പോഴൊക്കെ അത് നെതന്യാഹുവിനെ വെല്ലുവിളിച്ച് ഒരു തീവ്ര സയണിസ്റ്റ് നേതാവായിട്ട് വരാനായിട്ട് ബെൻഗീവറിൻ്റെ ഒരു ശ്രമമുണ്ട്. എന്തൊക്കെയാണ് യുദ്ധം ഒന്ന് ശമിച്ചാൽ ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് വരും. അതെ, വരും. ബെൻഗീവർ ആയിരിക്കും ഒരുപക്ഷെ അടുത്ത സ്ഥാനാർത്ഥി, പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി. എന്തായാലും നെതന്യാഹു ആയിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. നെതന്യാഹുവിനെതിരെ വലിയ കാര്യമായ കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ട്രംപ് ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വെടിനിർത്തൽ നിലനിൽക്കാൻ സാധ്യതയില്ല, റീബിൽഡിംഗ് ആണ് പ്രധാനം എന്ന് പറയുമ്പോൾ അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരോ എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ട്രംപിൻ്റെ കമ്പനികളായിരിക്കും. റീബിൽഡിംഗ് ആണ് പ്രധാനം. ഇപ്പം അതൊരു മാസീവ് ഡിമോളിഷൻ സൈറ്റ് പോലെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു രാജ്യമായിട്ട് തോന്നുന്നില്ല, തകർക്കപ്പെട്ട ഒരു പ്രദേശം. കംപ്ലീറ്റ് അല്ല, ഇതിപ്പോൾ ഇവർ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ പ്രതിസന്ധിയുണ്ട്. എവിടെ താമസിക്കും? ഇത്രയും ആളുകൾ അവിടെ നിന്ന് ഓടിപ്പോയ ആളുകൾ തിരിച്ചു വന്ന് ആർക്കും വീടില്ല. ബാക്കി കാര്യങ്ങൾ, പ്രാഥമിക ഭയങ്കര ക്രൈസിസാണ്. ഹ്യൂമാനിറ്റേറിയൻ തിരിച്ചു വരുന്നു എന്നുള്ള ഇവിടെ കുതിരവണ്ടിയെ വരുന്ന ഫോട്ടോ ഒക്കെ മനോരമയൊക്കെ ഇട്ടു. വന്നിട്ട് എന്ത് ചെയ്യാനാണ്? വരാൻ പറ്റില്ല. ഇപ്പൊ 60,000 പേര് മറ്റേ ഒഴിഞ്ഞു പോയിരുന്നല്ലോ, മറ്റേ ലെബനൻ, ഇസ്രായേൽ, അവർക്ക് തിരിച്ചു വന്നിട്ടില്ല. അവരുടെ വീടുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല, എന്നിട്ടും തിരിച്ചു വന്നിട്ടില്ല. കാരണം ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാകണ്ടേ അവിടെ. അപ്പോൾ ഒരുപാട് സുന്ദരമായ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ കഴിയും റീബിൽഡിംഗ് വഴി എന്ന് ട്രംപ് പറയുന്നുണ്ട്. മാത്രമല്ല, പുള്ളി പറയാൻ ഗാസയ്ക്ക് നല്ല കോസ്റ്റൽ ലൈൻ ഉണ്ട്, തീരം ഉണ്ട് ഗാസയ്ക്ക്. ശരിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റീബിൽഡിങ്ങിൻ്റെ ഒരു സ്വപ്നം, ഒരു ബീച്ച് ടൂറിസം, നല്ല അന്തരീക്ഷം, ലൊക്കേഷനൊക്കെ ഉണ്ട്, ഉഗ്രം കാര്യങ്ങൾ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ തന്നെ മകളെ വിവാഹം ചെയ്തിരിക്കുന്ന ആള് ഈ ഗാസയിൽ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നതായിട്ട് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും അത് എങ്ങനെ വരും ദിവസങ്ങളിൽ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.